പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സോമയാഗത്തിന്റെയും അഗ്നി ആധാനത്തിന്റെയും വിളംബര കർമ്മം നടന്നു. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആരൂർ വാസുദേവൻ അടിതിരിപ്പാട് സോമയാഗത്തിന്റെയും മിഥുൻ വെള്ളാംപറമ്പ് ചിത്രൻ നമ്പൂതിരി അഗ്നി ആധാനത്തിന്റെയും യജമാനന്മാരായിരിക്കും. വൈദികൻ കപ്ലിങ്ങാട് കൃഷ്ണൻ നമ്പൂതിരി, നിയുക്ത യജമാനന്മാർ, പെരുവനം ഗ്രാമസഭാ പ്രതിനിധികൾ, ദേവസ്വം ഓഫീസർ രാജ്കുമാർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസ്, എളങ്ങല്ലൂർ സദാനന്ദൻ നമ്പൂതിരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചിറക്കാക്കോട് എളങ്ങല്ലൂർ മനയിൽ 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് യാഗം നടക്കുക. കൊല്ലവർഷം 1200 മേടമാസം 16-ാം തീയതി 2025 ഏപ്രിൽ 29 ചൊവ്വാഴ്ച കാർത്തിക ആരൂർ വാസുദേവൻ അടിതിരിപ്പാടിൻ്റെ സോമയാഗം തുടങ്ങുകയാണ്. ഞാൻ അടിതിരിപ്പാടായ ഞാൻ സോമയാഗം നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. ചക്കോട് എറങ്ങല്ലൂർ സദാനന്ദൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ചിട്ടാണ് ഈ യാഗം ആധാനവും നടത്തുന്നത്. യാഗത്തിന്റെ ആദ്യപടിയാണ് ആധാനം. ആധാനം കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ആധാനമാണ്. ഈ ആധാനം കഴിഞ്ഞാൽ അടിതിരിപ്പാട് എന്നറിയപ്പെടും. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ 2018 നമ്മുടെ പെരുവനത്തെ നടക്കി വെച്ചിട്ട് ആധാനം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അടിതിരിപ്പാടാണ്. ഇനി സോമയാഗം കഴിഞ്ഞാൽ സോമയാജിപ്പാട് എന്ന പേരിന് അർഹനാവും. അപ്പൊ അതിന്റെ ഒരു വിളംബരം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഭഗവാന്റെ ഇരട്ടയപ്പന്റെ സമ്മതം വാങ്ങിക്കുക, ഇരട്ടയപ്പന്റെ അനുഗ്രഹം തേടുക. ഈ യജ്ഞ സംസ്കാരം നമുക്കിവിടെ എന്നോ അന്യം നിന്ന് പോയതാണ്. നമ്മുടെ പൂർവ്വസൂരികള് എത്രയോ കാലങ്ങളായിട്ട് ചെയ്തു വന്ന ആ ഒരു ഉപാസന പ്രകൃതി ഉപാസനയാണ്. ശരിക്കും പ്രകൃതിയെ ഉപാസിക്കുന്നതാണ്. ദൈവ ഉപാസനയേക്കാൾ കൂടുതൽ പ്രകൃതി ഉപാസനയായിട്ടുള്ളതാണ് ഈ യജ്ഞ സംസ്കാരം.